ഓണത്തിനിടയ്ക്ക് കൊട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെ ഓണത്തിനിടയ്ക്ക് ഒരു ചൈനീസ് റെസിപ്പി ആയാലോ? ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ തട്ടുകട സ്റ്റൈൽ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയാലോ? ഇതിൽ ചില്ലി ചിക്കൻ്റെ റെസിപ്പി മുന്നേ ഷെയർ ആക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആ സ്ട്രീറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. ചൈനീസൊക്കെ കഴിക്കാൻ ഒരുപാട് കൊതിയുള്ളപ്പോൾ ഒരു ബെറ്റർ ഓൾട്ടർനേറ്റീവായി, ഹെൽത്തി ഓൾട്ടർനേറ്റീവായി ഈ റെസിപ്പി നമുക്ക് ട്രൈ ആക്കാം. അപ്പോൾ റെസിപ്പി കണ്ടാലോ? കുറച്ച് കഴുകി വൃത്തിയാക്കിയ ബോൺലെസ് ചിക്കനിലേക്ക് ഒരു എഗ്ഗും മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും അല്പം സോയ സോസും ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. കുറച്ചധികം സമയം മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ അവിടെ എയർ ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്ത് എടുക്കാം. തലേന്ന് കുക്ക് ചെയ്ത ബസ്മതി റൈസാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കടായി വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞത് ഒന്ന് വാട്ടിയെടുക്കാം. അതിലേക്ക് കുറച്ച് ക്യാബേജ്, കുറച്ച് സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ് എല്ലാം നീളത്തിൽ അരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കാം. അധികം അങ്ങ് വഴറ്റണ്ട. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു 4 മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് കുറച്ച് ഉപ്പും പെപ്പറും ഇട്ടതാണ് ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത്. അതിനൊപ്പം നമ്മൾ എയർ ഫ്രൈ ചെയ്യാൻ വെച്ച നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. അതുകൂടി ഇതിലോട്ടിട്ട് ഇളക്കാം. പിന്നെ നമ്മുടെ തലേന്ന് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസാണ് നമ്മളിവിടെ 1 കപ്പ് അളവോളം എടുത്തത്. അതും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ടോസ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ സോയ് സോസും പിന്നെ ഒരല്പം കെച്ചപ്പും കൂടി നമ്മുടെ ഈ ഫ്രൈഡ് റൈസിലേക്ക് ഇട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ തട്ടുകട സ്റ്റൈൽ ഫ്രൈഡ് റൈസ് റെഡിയായി. ചിക്കനും മുട്ടയും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ് ഇത്. ഇനി എന്താ, ഒരു പ്ലേറ്റ് എടുത്ത് നമുക്ക് ഈ ഫ്രൈഡ് റൈസിനെ ഒന്ന് നല്ല ഭംഗിയിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യാം. എയർ ഫ്രൈ ചെയ്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ് നമ്മുടെ ഈ ഫ്രൈഡ് റൈസ്. ഡയറ്റൊക്കെ ചെയ്ത് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഫ്രൈഡ് റൈസ് ഒരു ഹെൽത്തി ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും ഈ ഫ്രൈഡ് റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ചില്ലി ചിക്കൻ ഉണ്ടെങ്കിൽ ഈ ഫ്രൈഡ് റൈസുമായിട്ട് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ഫ്രൈഡ് റൈസും മുന്നേ ഷെയർ ആക്കിയ ചില്ലി ചിക്കൻ്റെ റെസിപ്പിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഒരു ഹെൽത്തി ഓൾട്ടർനേറ്റീവാണ് നോക്കുന്നതെങ്കിൽ ഈ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും എന്തായാലും നിങ്ങൾ ട്രൈ ആക്കണം. റെസിപ്പിയും ചാനലും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റും ഇടുക. അപ്പോൾ ആർക്കൊക്കെയാണ് ചൈനീസ് ഇഷ്ടം?